അദ്ദേഹത്തിന് വില്ലനാകാൻ സാധിക്കും, അദ്ദേഹത്തിന് മന്ദബുദ്ധിയാകാൻ സാധിക്കും, അദ്ദേഹത്തിന് അതിബുദ്ധിമായ ചികിത്സ ശോഭയെ അഭിനയിച്ച ആളെ ഞാൻ വയസ്സൻ മറക്കുന്നത് പോലത്തെ അതിൽ ഒരു സൈക്യാട്രിസ്റ്റായിട്ട് അഭിനയിക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് കഥകളി നടക്കാൻ കഴിയും. ഭരതനാട്യമോ അദ്ദേഹത്തിൻ്റെ ഈ ശരീരം കണ്ടാൽ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? പക്ഷേ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഭരതനാട്യം തന്നെയാണ്. അങ്ങനെ അനേക വേഷങ്ങളിലും അനേക ഭാവങ്ങളിലും അദ്ദേഹം കാണിക്കുന്ന അനേകമായ വ്യക്തിത്വത്തിൻ്റെ പാടവം തീർച്ചയായും അത്ഭുതകരമാണ്. അത് മറ്റാരും കാണിച്ചിട്ടില്ല. ഞാൻ നടന്മാരെ കണ്ടിട്ടുണ്ട്. പി കെ വിക്രമൻ നായർ ഭഗവതഭവനത്തിൽ അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൈയായിട്ട് അഭിനയിക്കാൻ വളരെ പ്രയാസമുള്ള നാടകമാണ്. പക്ഷേ ഹരിച്ചേട്ടനായിട്ട് അതിനകത്ത് അഭിനയം. അദ്ദേഹത്തിന് അനിയൻ ഉണ്ടായിരുന്നു, എൻ്റെ വളരെ അടുത്ത സുഹൃത്താവ്. ഇപ്പോൾ അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിച്ച് കാണിക്കും. വെറുതെ രണ്ടുപേരെ ഉള്ളെങ്കിൽ കാണിക്കാൻ പറഞ്ഞു. ഒരാൾ തന്നെയാണ് നെടുമുടി വേണു. ഒടുവിൽ ഞാൻ കണ്ടിട്ടില്ല സിനിമയിൽ പോയിട്ട്. അതിന് മുമ്പ് ഏത് ഭാഗം അഭിനയിക്കുന്നത് അസലായിട്ട് അഭിനയിച്ച് കാണിക്കുന്നതാണ്. ഇത് എന്നാലും നെടുമുടി വേണു എന്നതായ ഒരു പരിചയമുണ്ട്. ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഏത് വേഷത്തിലും വളരെ ഭംഗിയായി തന്മയത്വപൂർണ്ണമായി അഭിനയിക്കുകയും അഭിനയത്തിൽ തന്നെ വിഭിന്ന ശൈലികൾ അവതരിപ്പിക്കുകയും ചെയ്യും. നിങ്ങളാരും കേട്ടുകാണില്ല, ഏലിയനേഷൻ എന്നൊരു വാക്കുണ്ട് നാടകകലയിൽ. അതായത് നിങ്ങൾക്ക് നിസ്സംഗമായി വികാരഭരിതമായ രംഗം കാണാൻ അവസരത്തിൽ അഭിനയിക്കും. ഞാൻ നടനാണ് എന്ന് മാത്രം നിങ്ങൾ അറിയിച്ചോളൂ. ഇത് വേറെ വേഷം മാത്രമാണ്. അത് കവാലം നാരായണപ്പണിക്കർ, ഞങ്ങൾ സഹപാഠികളും കൂട്ടുകാരുമായിരുന്നു, എന്നോടത് പറഞ്ഞു. ഈ നാടകത്തിൽ മോഹൻലാൽ വളരെ ഏലിയനേഷൻ ഇഫക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് അഭിനയിച്ചത്. അഭിനയത്തിന് പല ഭാവങ്ങളുണ്ട്. ഒരുമാതിരി അനേകമായ വൈചിത്ര്യമാർന്ന ഭാഗങ്ങൾ ഒരേ തന്മയത്വഭാവത്തോടുകൂടി അഭിനയിക്കുന്ന ഒരു നടൻ മലയാളത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മൂട്ടി എൻ്റെ ശിഷ്യനാണ്. ഞങ്ങൾക്ക് വളരെ അടുപ്പമുള്ള വ്യക്തിയാണ്. കൂടെ ഒഴിക്കുന്ന വ്യക്തിയുമാണ്, സംസാരിക്കുന്ന വ്യക്തിയാണ്. എന്നോട് വളരെ ഭാവം കാണിക്കുന്ന ഒരാളുമാണ്. അദ്ദേഹത്തിൻ്റെ ഇവരുടെ വളരെ അടുത്ത കൂട്ടുകാരുമാണ്. ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു ഏതാണ്, എന്താണ് മമ്മൂട്ടിയായിട്ടുള്ള ബന്ധം? മറ്റൊരു മഹാനടനാണല്ലോ, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. മമ്മൂട്ടിയുടെ വീട്ടിൽ പോകുകയും ഭാര്യയും കൂടി, മമ്മൂട്ടിയും ഭാര്യയും കൂടി മോഹൻലാലിൻ്റെ വീട്ടിൽ വരും, അങ്ങനെയൊക്കെ വരും. സാധാരണ നമ്മുടെ ഈ പെരുന്തച്ഛൻ്റെ കഥയുണ്ടല്ലോ, പെരുന്തച്ഛൻ്റെ കഥ എന്ന് പറയുന്നത് കലാകാരൻ്റെ അസൂയാണ്. വലിയ എഴുത്തുകാരെപ്പോലും അത് ബാധിക്കുന്നതാണ്. ടോൾസ്റ്റോയി, ഡോസ്റ്റോവ്സ്കി തുടങ്ങിയ എനിക്കവരുടെ ജീവിതം അറിയാം. വലിയ എഴുത്തുകാരെപ്പോലും ഇത് ബാധിക്കുന്നു. പക്ഷേ അത് ബാധിക്കാതെ നിൽക്കുന്ന രണ്ട് മഹാനടന്മാർ, അതും അവരുടെ സ്വഭാവ ഗുണത്തിൻ്റെ തെളിവായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഇതിനകം ചുമ്മാ എഴുതുകയില്ല. അങ്ങനെ അസ്വാഭാവികമായതിനെ സ്വാഭാവികമാക്കുകയും സ്വാഭാവികമായതിനെ ആഴമുള്ളതാക്കുകയും ചെയ്യുന്ന ഒരു അഭിനയ സമ്പ്രദായം ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ നിലകളിലും ഞാൻ തിരുവനന്തപുരത്ത് തന്നെ കണ്ടു. അത് കാണാൻ സാധിച്ച ഒന്ന് രഞ്ജിത്താണ്, നമ്മുടെ ലഘുസ്വാമിയാണ്, പിന്നൊന്ന് ശ്രീജ ഇവിടെ ഉണ്ട്, ഇതായിരിക്കുന്ന കുട്ടിയുടെ അമ്മയാണ്. എൻ്റെ മകളെ പോലാണ്, ശ്രീബാമീറിനെ പോലെ തന്നെ. അത് വിദ്യാകൃഷ്ണനാണ് ഏൽപ്പിച്ചത്. ഞാൻ എൻ്റെ കാലം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ മരിച്ചാലും മാസ്റ്റർ ജീവിക്കുന്നതാണ്. എന്നെ മാസ്റ്റർ തന്നെ വിളിക്കുള്ളൂ. അവിടെ ഇതവളെ മകളായിട്ട് സ്വീകരിച്ചോളാം. അന്ന് ഞാൻ സ്വീകരിച്ചത്. അപ്പം അങ്ങനെ പല സാഹചര്യങ്ങൾ ഇവിടെ വന്നു. എൻ്റെ ഇപ്പോൾ നമ്മുടെ ആനന്ദ്കുമാറും അദ്ദേഹം മറന്നിരിക്കും, എന്നോട് എഴുതണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതാണ് എഴുതേണ്ട ഒരു കൃതി. ഞങ്ങൾ ഒന്നിച്ച് നമ്മുടെ മോഹൻലാലിൻ്റെ മാതാവിനെ കാണാൻ പോയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അതേ സ്വഭാവ ഗുണം രൂപത്തിലും സ്വഭാവത്തിലും കാണിക്കുന്ന ഒരു എന്താ ഞാൻ പറയേണ്ടത്, ഒരു അഭിവന്യ മോതാവ് തന്നെയാണ്. അതിൻ്റെ പിതാവ് എനിക്ക് വഴിയുണ്ടായിരുന്നു, പക്ഷെ അത്ര അടുത്ത് പെരുമാറാൻ അവസരമുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ അനേക സാഹചര്യങ്ങൾ ഒന്നിച്ചേർന്നപ്പോൾ എല്ലാത്തിലും ഉപരിയായി 96 കഴിയുന്ന ഒരാൾ
ഒരു പുസ്തകം എഴുതണം എന്നുണ്ടെങ്കിൽ ഈ കൈകൾ കോച്ചുന്ന കൈകൾ അന്ധതയുടെ ദൃഷ്ടികളെ ഡേവിഡ് തോമസ് വായിച്ചു. മറവി എൻ്റെ കാര്യമായി വീഴുന്ന എനിക്ക് തോന്നുന്നത് മറ്റെല്ലാ പരാധീനതകളും അനുഭവിച്ചുകൊണ്ട് ഈ പുസ്തകം എഴുതിയതിന് എന്തു പറയും നിങ്ങൾ? ജഗദീശ്വരൻ്റെ അനുഗ്രഹം, ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാ കാലത്തും ഒരു ജീവിതത്തിൽ കിട്ടുമെന്നത് എനിക്ക് കിട്ടിയതാണ്. ഞാൻ കാർത്തികൻ്റെ പുസ്തകം നന്ദി പറഞ്ഞുകൊണ്ടാണ്. ഈ ഒരു ചെറിയ ഉപകരണമാണ്. ടാഗോറിൻ്റെ ടാഗോർ ഗീതാഞ്ജലി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഞാൻ ചെറിയ ഒരു വിലയില്ലാത്ത വസ്തുവാണ്, പക്ഷെ അങ്ങയുടെ കയ്യിലെടുത്ത് എന്നെ പല വാക്കുകളിലൂടെ കൊണ്ടുപോയതിലൊന്ന് ഇതാണ്. ഞാൻ അതുകൊണ്ട് തന്നെ ആ ജഗദീശ്വര പാദങ്ങളിൽ എൻ്റെ നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ശ്രീ മോഹൻലാലിന് സർവവിധമായ ഐശ്വര്യവും ഭാവിയും നേർന്നുകൊണ്ട് ഈ വാക്കുകൾ അത്യന്തം വിനയപൂർവ്വം അവസാനിപ്പിക്കുന്നു.